മദ്യപിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല. മദ്യം വിക്കല്ലെന്ന് പറ നിങ്ങൾ. മദ്യം വിക്കല്ലെന്ന് പറ. എന്തോന് എന്തോന് എന്താ കാര്യം? സാധാരണക്കാരന്റെ പൗരന്റെ പ്രൈവസിയിലേക്ക് ഒരു കടന്നുകയറ്റമാണ് അവർ നടത്തിയിരിക്കുന്നത്. നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ. നമ്മൾ നിൽക്കുന്ന റാന്നിയിലാണ്. റാന്നി മുനിസിപ്പൽ കോടതിയുടെ ഫ്രണ്ടിലാണ്. കോടതിയുടെ വളപ്പിൽ നിന്ന് അധികം ഒച്ച വെക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ചെറിയ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയുടെ ഒരു അപ്പനും മകനും എല്ലാം കൂടി ഇരുന്ന് മദ്യപാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെങ്കിൽ ഇവിടെ ചില കാര്യങ്ങൾ ഇവിടെ നടന്നു. അതായത് ചില കള്ളത്തരങ്ങൾ, അതായത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. ഇപ്പോൾ അവർക്കെതിരെ കേസെടുത്തു. ഒരു കൂട്ടം തെമ്മാടികളായിട്ടുള്ള, ഭരിക്കുന്നോ തെമ്മാടികളാണ്, അതൊരു കൂട്ടം ആൾക്കാരാണ്, എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ആ ഭരിക്കുന്ന തെമ്മാടികളായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന തെമ്മാടികളായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരുടെ തെമ്മാടിത്തരത്തിന് ഇന്ന് കോടതി മറുപടി പറഞ്ഞിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, അതായത് സാധാരണപ്പെട്ടവന് കോടതിയിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇവരെ ഇന്ന് തുറങ്കടലിൽ, അതായത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ആവുന്ന 18 മണിയും നോക്കി. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് റാന്നിയിലെ ലീഡിംഗ് വക്കീലും അവരുടെ ടീം, അതായത് നമ്മുടെ അഡ്വക്കേറ്റ് നവീൻ ഈശ്വർ സാറിൻ്റെ ടീമായ സിബി താഴത്തില്ലത്ത് നമ്മുടെ വക്കീലും, അതുപോലെ അഡ്വക്കേറ്റ് സാംജി എടമുറിയും കൂടെ ചേർന്ന്, അവരുടെ അസോസിയേറ്റും കൂടെ ചേർന്ന് ഇന്ന് അവർക്ക് നീതി ഉറപ്പാക്കിയിരിക്കുകയാണ്. എന്തായാലും നവീൻ ഈശ്വർ സാറിന് ഒരു പ്രത്യേക താങ്ക്സ് പറയണം. അവരുടെ ടീമിന് സാറിന് ഒരു പ്രത്യേക താങ്ക്സ് പറയണം. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. ഒരു സാധാരണപ്പെട്ട പൗരന് നീതി നിഷേധിക്കുന്നതിന് ഉത്തമ ഉദാഹരണമല്ലേ ഇന്നിവിടെ കണ്ടത്? ഈ സാധാരണപ്പെട്ട വ്യക്തികൾ, അതായത് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. ഈ ഒരു കേസ് ആസ്പദമായിട്ട് എന്താണ് സാധാരണപ്പെട്ടവർക്ക് വേണ്ടി സാറിന് എന്താണ് പറയാനുള്ളത് സാധാരണപ്പെട്ടവരോട്? ഈ സംഭവം നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയുണ്ടായി. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ അവർ വഴിയിലൂടെ പോയപ്പോൾ വീട്ടിൽ നിന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന 2 പേരെ കയറി അവരോട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവത്തിലുള്ള, എന്നിട്ട് അവർക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ കോടതിയിൽ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നതല്ലെന്നും പോലീസ് ഇത്തരത്തിൽ അക്രമം ഉണ്ടായത് ഈ പ്രതികൾക്കാണെന്നും ആ പ്രതികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നതുമായി മനസ്സിലാക്കുവാനായിട്ടൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കോടതി പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. പോലീസുകാര് വിളിച്ചിട്ടില്ല. പിന്നെ ആരാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ എക്സൈസുകാരാണ് അവിടെ ചെന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല. പിറ്റേ ദിവസമാണ് വെളുപ്പിനെ വന്നിട്ട് അച്ഛനെ അവനും കൂടെ അതൊക്കെ വന്നപ്പോഴാണ് അവരെ കൈ തല്ലി ഒടിച്ചെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത പോലീസുകാർ അവിടെ വന്ന് അന്വേഷിക്കുകയോ കാര്യങ്ങൾ അയൽവക്കത്ത് തിരക്കുകയോ ഒന്നും ചെയ്യാതെ രാത്രി വന്ന് 3 മണിക്ക് ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ടീമിന്. ഇത് സിബി സാറിനും അതുപോലെ തന്നെ സാംജിയുണ്ട്. മേഡത്തിൻ്റെ പേര് സിനി ഷഹനാസ് അല്ലേ? അപ്പോൾ പോലീസുകാരൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? അല്ല, പക്ഷേ എന്തായാലും ഒഫൻസ് അവരിട്ടേ. തെമ്മാടികളായിട്ടുള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാരെ കൂട്ടം ചേർന്നിട്ട് നിങ്ങളെ അകത്താക്കാനുള്ള, അഴിക്കുള്ളിലാക്കാനുള്ള പോലീസിന് ഒരു പരാതി കിട്ടുമ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യാനുള്ള നടപടികളാണ് അന്വേഷിക്കേണ്ട കടമ അവർക്കുണ്ട്. അവർ ആ നടപടികളാണ് സ്വീകരിച്ചത്. അതിനെ നമുക്ക് തെറ്റു പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ എക്സൈസുകാരുടെ ഭാഗത്തു നിന്ന് വന്നത് വലിയ വീഴ്ചയാണ്. അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ പൗരന്റെ പ്രൈവസിയിലേക്ക് ഒരു കടന്നുകയറ്റമാണ് അവർ നടത്തിയിരിക്കുന്നത്. മില്ലുകാരനൊരു പ്രത്യേക അഭിനന്ദനമുണ്ട്. കാരണം ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ഇത് ഏറ്റെടുക്കുകയും നിങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവരുടെ ഇന്നലെ തൊട്ട് നിങ്ങളുടെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ശരിക്കും അവർക്കൊരു പ്രശ്നം, സാധാരണക്കാരനൊരു പ്രശ്നം വന്നപ്പോൾ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചതിനകത്തൊരു പ്രത്യേക അഭിനന്ദനം. കാരണം നമ്മൾ പല ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നത് ഈ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ്. അത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പൂർണ്ണമായ രൂപമില്ല. ഇവരെ ആക്രമിക്കുന്ന ഭാഗങ്ങളൊക്കെ വെട്ടിമുറിച്ച് അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഭാഗം മാത്രം കാണിച്ചുകൊണ്ടൊരു വീഡിയോ ആണ് പുറത്തു വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾക്കും അതിനൊരു ഭാഗമായതിനുള്ള വളരെ സന്തോഷമുണ്ട്. എന്തായാലും അതായത് സാധാരണപ്പെട്ടവന് നീതി കോടതിയിൽ നിന്ന് ലഭിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇപ്പോൾ നവീൻ ഈശ്വർ സാറിൻ്റെ ടീം. അവർ ഇനിഷ്യേറ്റ് ചെയ്തും അവരുടെ കൂടെ കട്ടക്ക് ഈ സാധാരണപ്പെട്ടവർക്ക് വേണ്ടി നിന്ന്, അതായത് അവർ ചങ്ക് പറിച്ച് നിന്നതിന് വളരെ സന്തോഷം. എൻ്റെ വക മില്ലുകാരൻ്റെ പേര് ഒരു താങ്ക്സ്. അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്. തെമ്മാടികളായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരോട് വീണ്ടും ഞാൻ പറയുന്നത് തെമ്മാടിത്തരം കാണിക്കരുത്.